എന്താണ് ചേച്ചി, നിനക്ക് ശിവേട്ടനോട് ലവ് ആണോ? ഗൗതം ചോദിച്ചു. പെട്ടെന്നുള്ള ചോദ്യത്തിൽ എന്താണ് പറയേണ്ടതെന്ന് ഗൗരിക്ക് അറിഞ്ഞില്ല. ഹലോ, എനിക്കോ ലവോ? ഇല്ലടാ, എനിക്കില്ലേ നിന്റെ ശിവേട്ടനോടെ ഒന്ന് കമ്പനി ആവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. കാരണം എന്താ അറിയോ, നിന്റെ ശിവേട്ടനെ പോലെ ഒരാളെ ഫ്രണ്ടായി കിട്ടാനേ ഭാഗ്യം ചെയ്യണം. എന്തൊക്കെ മുരട്ടുതരം കാണിച്ചാലും ആളുടെ ഉള്ളിലെ നല്ലൊരു മനസ്സുണ്ട്. ഇപ്പോൾ ആള് എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു സന്തോഷവും ഇല്ലാത്ത ഒരു പൊട്ടൻ ജീവിതം നയിക്കുക, അതും ഒരുപാട് സങ്കടങ്ങളെ ഉള്ളിലൊതുക്കിക്കൊണ്ട്. അങ്ങനെയുള്ളൊരു ജീവിതം ജീവിക്കേണ്ട ആളല്ല ശങ്കർ. അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ എന്നാൽ കഴിയുന്നത്ര ഒരു സന്തോഷം കൊടുക്കണമെന്നും നല്ലൊരു ഫ്രണ്ടായി കൂടെ ഉണ്ടാവണമെന്നും എനിക്ക് വല്ലാത്തൊരാഗ്രഹം. അത്രേ ഉള്ളൂ, അല്ലാതെ പ്രണയമൊന്നുമല്ല. പിന്നില്ലേ, നിന്റെ ചേച്ചിയുടെ ജീവിതത്തിലെ ഇനി ഒരു കല്യാണവും ഇല്ല, ഒരു പ്രണയവുമില്ല. എനിക്കിനി അതിനൊന്നും വയ്യടാ എന്ന് പറഞ്ഞ് ഗൗരി ഷോപ്പിംഗ് ചെയ്ത ഡ്രസ്സൊക്കെ എടുത്ത് റൂമിലേക്ക് പോയി. ഗൗതമിന് ശരിക്കും സങ്കടമായിട്ടോ. കാരണം അവൾ ലാസ്റ്റ് പറഞ്ഞ ആ ഡയലോഗിൽ അവൾ ഒതുക്കി വെച്ച ഒരു കുന്നോളം സങ്കടങ്ങളുണ്ട്. ഈശ്വരാ, എൻ്റെ ചേച്ചിയെ തേച്ചിട്ട് പോയി ആ മനുവിനെ 8ന്റെ മോളിൽ തന്നെ കിട്ടണേ എന്ന് ഗൗതം മനസ്സിൽ പറഞ്ഞു. ഇതേ സമയം ശങ്കരാകട്ടെ വീട്ടിലെത്തി ഫ്രഷായി വന്ന് ചായയൊക്കെ കുടിക്കുകയായിരുന്നു. അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൻ ഗൗരിയുടെ കൂടെയും ഗൗതമിൻ്റെ കൂടെയും സ്പെൻഡ് ചെയ്ത നിമിഷങ്ങളെ ഓർത്തിട്ട്. തനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നൽ അവൻ്റെ ഉള്ളിൽ നാമ്പെടുത്തിരുന്നു. അവൻ അപ്പോഴാണ് ഗൗരി തനിക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സിൻ്റെ കാര്യം ഓർത്തത്. അവൻ വേഗം തന്നെ ഓടിപ്പോയി ആ ഡ്രസ് കവർ എടുത്തു. ആ ഡ്രസ് കവർ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ചുവന്ന കുർത്ത സെറ്റും അതിനോട് മാച്ചായിട്ട ഒരു മുണ്ടുമായിരുന്നു അതിൽ. അവനത് വളരെ ഇഷ്ടമായിട്ടോ. ശരിക്കും ഗൗരി അവളുടെ സാരിക്ക് മാച്ചായിട്ടാണ് അവന് ഡ്രസ്സ് എടുത്ത് കൊടുത്തത്. ആ ഒരു ഡൗട്ട് ശങ്കരനും തോന്നി. അവൻ്റെ ഉള്ളിൽ അതിയായ സന്തോഷം തോന്നിയിട്ടോ. തന്നെ സ്നേഹിക്കാനും ഒരാൾ ഉണ്ടാവാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ അവനിൽ ചൈക്കേറി. ഇഷ്ടപ്പെട്ടിട്ടും അവൻ ഒരിക്കലും അവളെ തിരഞ്ഞു പോയിട്ടില്ല. അപ്രതീക്ഷിതമായി വീണ്ടും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് അവൾ. എത്രത്തോളം അകന്നു പോകാൻ നോക്കിയിട്ടും അവളാണ് അവൻ്റെ അടുത്ത് വന്നത്, കൂടാതെ അവനോട് അടുക്കാൻ ശ്രമിക്കുന്നതും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് അവൻ അകന്നു പോകണം എന്നൊരു തോന്നൽ അവൻ മനസ്സിൽ ശക്തി പ്രാപിച്ചു. ശങ്കർ അവളെ എടുത്തു കൊടുത്ത ഡ്രസ്സ് ഇട്ട് നോക്കി. എന്നോ അവന് നഷ്ടപ്പെട്ട അവൻ്റെ ജീവിതം അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. അന്ന് ആ രാത്രി കഴിച്ചുകൂടാൻ അവന് മദ്യത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ പതിവിലും നേരത്തെയാണ് ശങ്കർ എഴുന്നേറ്റത്. ആ പുലരിക്ക് വല്ലാത്തൊരു ചന്തം തോന്നി അവന്. അവൻ ഒരു കപ്പ് ചായയുമായി ബാൽക്കണിയിൽ പോയി നിന്നു. അവൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയ ഗൗരിയുടെ റൂം കാണാമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഗൗതമിൻ്റെയും ഗൗരിയുടെയും ബഹളം കേൾക്കായിരുന്നു. ദേ ചെറുക്കാ, മര്യാദയ്ക്ക് എഴുന്നേറ്റോട്ടാ, നമുക്ക് മോർണിംഗ് വാക്കിന് പോണ്ടേ? മോർണിംഗ് വാക്കിനാ? നമ്മളാ? നിനക്ക് എന്താടി പിരിവിട്ട ചേച്ചി? ഉച്ചയ്ക്ക് 12:30 വരെ ഉറങ്ങുന്നവളാ ഈ പറയുന്നേ? നിനക്ക് എന്താടി? ഗൗതം ചിണങ്ങിക്കൊണ്ട് ചോദിച്ചു. എടാ, നമ്മളെ എപ്പോഴും രാവിലെ നേരത്തെ എണീക്കണം, എന്നിട്ടൊരു നടത്തമൊക്കെ ആവാ, എന്നാലേ ഹെൽത്ത് ഓക്കെ ആവുള്ളൂ. പിന്നില്ലടാ, ഞാൻ നല്ലോണം തടിച്ചു, നോക്കിയൊന്ന്. പ്ലീസ് മോനെ വായോ, ഗൗരി പറഞ്ഞു. ചേച്ചി, നീ പോയി കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യടി, നീ തടിച്ചാലേ കഹകം മലർന്ന് വിറക്കുന്നു. സത്യം പറയട്ടെ ചേച്ചി, ഇതെന്തോ വേറെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ? ഗൗതം ചോദിച്ചു. ആ, എന്തോ ആയിക്കോട്ടെ, നീ ഒന്ന് എഴുന്നേറ്റ് വാടാ ചെക്ക, നമുക്കൊന്ന് നടന്നിട്ട് വരാം, ഞാൻ പുറത്ത് നിൽക്കാവേ എന്ന് പറഞ്ഞ് ഗൗരി പുറത്തേക്ക് പോയി. ഇതേ സമയം ഗൗരി പുറത്തേക്ക് പോകുന്നത് കണ്ടതും ശങ്കറും അറിയാത്ത പോലെ ഓടി ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി. ശങ്കർ ഗൗരിയെ കാണാത്ത പോലെ തിരിഞ്ഞു നിന്നു. അവൾ അവനോട് സംസാരിക്കോ എന്നറിയാൻ വേണ്ടിയാണ് കേട്ടോ. ശങ്കർ പോയി സംസാരിച്ച അവൾ എന്ത് വിചാരിക്കും എന്നതൊക്കെ കൊണ്ട് അവൾ പിന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് കേൾക്കാനാണ് അവനും ഇഷ്ടം.
ഗൗരിയും ഇക്കാര്യത്തിലൊന്നും മോശമൊന്നുമല്ല കേട്ടോ. ഗൗരി നടക്കാൻ പോണം പറഞ്ഞ് രാവിലെ എഴുന്നേറ്റതും ശങ്കറിനെ കാണാൻ വേണ്ടി തന്നെയാ. ശങ്കർ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നത് ഗൗരി കണ്ടു. ഹലോ, ഗുഡ് മോർണിംഗ് മാഷേ, നേരത്തെ എണീച്ചോ താൻ? ഗൗരി ചോദിച്ചു. ഗുഡ് മോർണിംഗ്, ഞാൻ എപ്പോഴും ഈ സമയത്ത് എഴുന്നേക്കും, ശങ്കർ മറുപടി പറഞ്ഞു. അത് പിന്നെ ഞാൻ എടുത്തുന്ന ഡ്രസ്സ് തനിക്ക് ഇഷ്ടമായോ? ഗൗരി ശങ്കറിനോട് ചോദിച്ചു. അത് പിന്നെ ഞാനത് നോക്കിയില്ല എന്ന് ശങ്കർ ഇത്തിരി ജാടയിട്ട് പറഞ്ഞു. അത് കേട്ടതും ഗൗരിക്ക് ചെറിയൊരു ദേഷ്യം തോന്നി കേട്ടോ. ഇയാളൊന്നും നോക്കണ്ടോ, ഇയാൾക്ക് ഡ്രസ്സ് എടുത്തുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നവൾ പിറുപിറുത്തു. അവളുടെ മുഖം മാറിയതും ഒരു കുസൃതി ചിരിയോടെ നോക്കി നിന്നു ശങ്കർ. അവൾ ഒന്നും മിണ്ടിയില്ല. അവളെ തിരിഞ്ഞു പോകാൻ നിന്നതും ശങ്കർ അവളെ വിളിച്ചു. എടോ, പിന്നില്ലേ, ഞാനൊന്ന് ചോദിക്കാൻ വിട്ടു തന്നോട്. അന്ന് ട്രെയിനിൽ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ചേച്ചി ഏതാ? ചേച്ചിയോ? എൻ്റെ ഒപ്പം അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, ഗൗരി പറഞ്ഞു. തൻ്റെ ഒപ്പം ആരുണ്ടായിരുന്നില്ലെന്നോ? ആ കമ്പാർട്ട്മെന്റിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ ചേച്ചിയാ എന്നെ വന്ന് വിളിച്ചത്. അവിടെ ഒരാൾ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറാൻ പോവുകയാണ്, ഒന്ന് വരുമോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ വന്നത്, ശങ്കർ പറഞ്ഞു. മാഷി, താൻ പറയുന്ന പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ചിലപ്പോ ഇടയിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടാവും, ഗൗരി മറുപടി കൊടുത്തു. ശരി, എന്നാൽ ഞാൻ പോയി ഒന്ന് ഗൗതമിനെ നോക്കട്ടെ കേട്ടോ, ആ ചെറുക്കം വീണ്ടും കിടന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഗൗരി പോകാൻ തിരിഞ്ഞതും ഒരു കാർ അവളുടെ നേരെ പാഞ്ഞു വന്നു. ഗൗരി അത് ശ്രദ്ധിച്ചില്ല, എന്നാൽ ശങ്കർ അത് ശ്രദ്ധിച്ചു കേട്ടോ. അവൻ ചായക്കപ്പ് വലിച്ചെറിഞ്ഞ് ഗൗരിയുടെ അടുത്തേക്ക് ഓടി. എന്നിട്ട് അവളുടെ കൈ പിടിച്ച് വലിച്ച് കാറിന്റെ മുമ്പിൽ നിന്ന് ശങ്കർ അവളെ തള്ളി മാറ്റുന്നതിനിടയിൽ ശങ്കർ ഗൗരിയുടെ ദേഹത്തേക്ക് വീണു. ആ വീഴ്ചയിൽ അവരുടെ അതരങ്ങൾ തമ്മിൽ ഒന്നായി. ആ അതരങ്ങൾ വിട്ടുമാറാൻ പറ്റാത്ത വിധം അടുത്തു. ആ ചുടുചുംബനത്തിനാൽ അവർ ഒരു നിമിഷം പരസ്പരം മറന്നുപോയി. രണ്ടാളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നതും രണ്ടാളും പെട്ടെന്ന് അകന്നു മാറി. രണ്ടാൾക്കും പരസ്പരം നോക്കാൻ തന്നെ ഒരു ചമ്മലായി. എടോ, തനിക്കൊന്ന് ശ്രദ്ധിച്ചോടെ, ശങ്കർ ഗൗരിയോട് ചോദിച്ചു. അത് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി, ഞാൻ പോട്ടെന്നാ എന്ന് പറഞ്ഞ് ധൃതിയിൽ ഗൗരി വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. എന്തുകൊണ്ടോ ശങ്കർ പെട്ടെന്ന് അവളോട് വിളിച്ചു പറഞ്ഞു. എടോ ഗൗരി, താൻ തന്ന ഡ്രസ്സേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന്. അത് കേട്ടതും ഗൗരിക്ക് സന്തോഷമായി. അവൾ ചിരിച്ചുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയി.